വെസ്റ്റ് ബാങ്കിൽ 3500 പുതിയ അനധികൃത നിർമ്മാണങ്ങൾ നടത്താനുള്ള ഇസ്രായേൽ നീക്കത്തെ അപലപിച്ച് കുവൈത്ത്. ജെറുസലേം ഉൾപ്പെടെയുള്ള വെസ്റ്റ് ബാങ്കിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും പിടിയിലാക്കാനുള്ള നീക്കമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഫലസ്തീൻ ജനതയുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് കുവൈത്തിന്റെ പിന്തുണയുണ്ടാകും. സുരക്ഷിതമായ ജീവിതം ആസ്വദിക്കാൻ ഫലസ്തീനികൾക്ക് അവകാശമുണ്ട്. ഇസ്രായേലിന്റെ നിയമലംഘന പ്രവൃത്തികൾ തടയാൻ അന്താരാഷ്ട്ര സമൂഹവും സുരക്ഷാ കൗൺസിലും ഇടപെടണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. സൗദിയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കൂടുതൽ നിക്ഷേപത്തിനൊരുങ്ങി സോഷ്യൽ മീഡിയ വീഡിയോ ആപ്പായ ടിക്ടോക്ക്. പ്രാദേശികമായി കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കും. ഏഷ്യയിലെ പ്രധാന വിപണികളിൽ ഒന്നാണ് സൗദി അറേബ്യ എന്ന് കമ്പനി സിഇഒ പറഞ്ഞു. സൗദി അറേബ്യയെ ലോകത്തിലെ സുപ്രധാന വിപണികളിലൊന്നായാണ് തങ്ങൾ കാണുന്നതെന്ന് ടിക്ടോക്ക് സിഇഒ ഷൗസി ച്യു പറഞ്ഞു. പ്രാദേശിക കമ്പനികൾക്കും വ്യക്തികൾക്കും പിന്തുണ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളാണ് സൗദിയിൽ കമ്പനി ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം ഇ കൊമേഴ്സ് മേഖലയിൽ പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുവാനും കമ്പനി ലക്ഷ്യമിടുന്നതായി സിഇഒ വ്യക്തമാക്കി. കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വാഗ്ദാനം ചെയ്യുന്നതിലൂടെ പ്രാദേശിക സംസ്കാരത്തെക്കുറിച്ചും വിപുലമായ സേവനങ്ങൾ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കും. സൗദിയിലെ 1.25 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകൾ തങ്ങളുടെ ബിസിനസിനെ പിന്തുണക്കുന്നതിനും പൊതുസമൂഹത്തിലേക്കുള്ള അവരുടെ വ്യാപനം വിപുലീകരിക്കുന്നതിനും നിലവിൽ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത് മുൻനിർത്തി സ്റ്റാർട്ടപ്പ് മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും സിഇഒ പറഞ്ഞു. നിരവധി സർക്കാർ ഏജൻസികളുമായും ടിക്ടോക്ക് പങ്കാളിത്തം ശക്തിപ്പെടുത്തും. സൗദി ടൂറിസം അതോറിറ്റിയുമായുള്ള പ്രൊമോഷണൽ ക്യാമ്പയിനുകൾ അതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിൽ നിർമ്മിക്കുന്ന ലൂസിഡ് ഇലക്ട്രിക് കാറുകൾ UAE-യിലേക്ക് കയറ്റുമതി ചെയ്യും. മിഡിൽ ഈസ്റ്റിലെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് കമ്പനിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ഭാഗിക ഉടമസ്ഥതയിൽ ജിദ്ദയിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അമേരിക്കൻ ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ലൂസിഡ് മോട്ടോഴ്സിന്റെ ആദ്യ അന്താരാഷ്ട്ര ഫാക്ടറി സൗദിയിലെ ജിദ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചത്. 2 മാസത്തിനകം തന്നെ ആദ്യ കാറുകൾ ലേലത്തിൽ വിൽപ്പന ആരംഭിച്ചു. തുടർന്ന് അൽ ഉല റോയൽ കമ്മീഷനു വേണ്ടി ലൂസിഡ് നിർമ്മിച്ച ആദ്യ ബാച്ച് കാറുകൾ കൈമാറി. കഴിഞ്ഞ മാസം സൗദി പോലീസിനു വേണ്ടിയും അത്യാധുനിക അതിവേഗ ഇലക്ട്രിക് കാറുകൾ ലൂസിഡ് പുറത്തിറക്കി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ UAE-യിലേക്ക് സൗദിയിൽ നിന്നും കാറുകൾ കയറ്റുമതി ചെയ്യുമെന്ന് കമ്പനി വ്യക്തമാക്കുന്നത്. റിയാദിൽ ലീപ്പ് കൺവെൻഷനിൽ കമ്പനിയുടെ മിഡിൽ ഈസ്റ്റ് സിഇഒ ഫൈസൽ ബിൻ സുൽത്താനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ UAE-യിലേക്കുള്ള കയറ്റുമതി ആരംഭിക്കാനാണ് പദ്ധതി. UAE ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിൽ മറ്റു ചില രാജ്യങ്ങളിലേക്ക് കൂടി കമ്പനിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും നീക്കമുണ്ട്. തുടക്കത്തിൽ സൗദിയിൽ നിർമ്മിച്ച കാറുകളാണ് UAE വിപണിയിലെത്തിക്കുക. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർ ഓടിക്കുമ്പോൾ തന്നെ മറ്റു ജോലികളും ചെയ്യാൻ സാധിക്കും വിധം സ്മാർട്ട് കാറുകൾ പുറത്തിറക്കുന്നതിനെക്കുറിച്ചും ലൂസിഡ് ആലോചിക്കുന്നുണ്ട്. മീഡിയ 1, ജിദ്ദ. ആഫ്രിക്കൻ മേഖലയിൽ വീണ്ടും എണ്ണ പര്യവേക്ഷണത്തിനൊരുങ്ങി ഖത്തർ. ദക്ഷിണാഫ്രിക്കൻ തീരത്ത് ഈ രംഗത്തെ പ്രമുഖ കമ്പനികളുമായി ചേർന്നാണ് ഖത്തർ എനർജി എണ്ണ പര്യവേക്ഷണം നടത്തുന്നത്. എണ്ണ പര്യവേക്ഷണത്തിനായി ടോട്ടൽ എനർജീസ്, ആഫ്രിക്ക ഓയിൽ കോർപ്പറേഷൻ, റിക്കോക്യുആർ, ഇക്കോ അറ്റ്ലാന്റിക് ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവയുമായി ചേർന്നാണ് ഖത്തർ എനർജി കരാറിൽ ഒപ്പുവെച്ചത്. ദക്ഷിണാഫ്രിക്കൻ തീരത്ത് 3B, 4B ബ്ലോക്കുകളിലായാണ് പര്യവേക്ഷണം. പദ്ധതിയിൽ ഖത്തർ എനർജിക്ക് 24%, ഓപ്പറേറ്ററായ ടോട്ടൽ എനർജീസിന് 33%മാണ് പങ്കാളിത്തം. ദക്ഷിണാഫ്രിക്കയോടും നമീബിയയോടും ചേർന്ന് കിടക്കുന്ന ഓറഞ്ച് ബേസിനിലെ പെട്രോളിയം, പ്രകൃതിവാതക നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കം. 2020 മുതൽ മേഖലയിൽ ഖത്തർ എനർജിയുടെ പര്യവേക്ഷണങ്ങൾ സജീവമാണ്. ദക്ഷിണാഫ്രിക്കയിലും നമീബിയയിലും വിവിധ കമ്പനികളുമായി ചേർന്ന് ഖത്തർ എനർജി പര്യവേക്ഷണം നടത്തുന്നുണ്ട്. മീഡിയ 1, ദോഹ. UAE-യിൽ റമദാന് മുന്നോടിയായി 2500-ലേറെ തടവുകാരെ മോചിപ്പിക്കും. UAE പ്രസിഡന്റിന് പിന്നാലെ വിവിധ എമിറേറ്റുകളിലെ ഭരണാധികാരികളും തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. UAE-യിലെ ജയിലുകളിൽ നിന്ന് 735 തടവുകാരെ മോചിപ്പിക്കാൻ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്നലെ ഉത്തരവിട്ടിരുന്നു. ഇവരുടെ പിഴത്തുകയും പ്രസിഡന്റ് ഏറ്റെടുത്തു. ഇതിനു പിന്നാലെ ദുബൈയിലെ ജയിലിൽ നിന്ന് 691 തടവുകാരെ മോചിപ്പിക്കാൻ ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉത്തരവിറക്കി. ഷാർജയിൽ 484 തടവുകാരെ മോചിപ്പിക്കാൻ ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമിയും തീരുമാനിച്ചു. 314 തടവുകാരെ മോചിപ്പിക്കാൻ അജ്മാൻ ഭരണാധികാരി ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമിയും ഉത്തരവിട്ടു. റാസൽ ഹൈമയിലെ ജയിലുകളിൽ നിന്ന് 368 പേരെ വിട്ടയക്കാൻ ഭരണാധികാരി ഷെയ്ഖ് സക്കർ ബിൻ സൗദ് അൽ കാസിമിയും നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് വിവിധ ജയിലുകളിൽ നിന്ന് 2592 തടവുകാരാണ് റമദാന് മുന്നോടിയായി മോചിതരാവുക. മീഡിയ 1, ദുബായ്.
കുവൈത്തിൽ 38 വർഷമായി സർവീസിൽ തുടരുന്ന ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങി സിവിൽ സർവീസ് കമ്മീഷൻ. ഉപപ്രധാനമന്ത്രിയും ക്യാബിനറ്റ് കാര്യമന്ത്രിയുമായ ഷരീദ അൽ മൗഷർജിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. പുതിയ തസ്തികകളിൽ ഒഴിവ് വരുന്നതോടെ കൂടുതൽ സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ സ്വദേശിവൽക്കരണം ഊർജിതമാക്കുവാൻ സിവിൽ സർവീസ് കമ്മീഷൻ നടപടികൾ സ്വീകരിച്ചിരുന്നു. കുവൈത്തിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പത്രിക സമർപ്പണം തുടരുന്നു. ഏപ്രിൽ 4 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇതുവരെ 134 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശം സമർപ്പിച്ചത്. ഇതിൽ 130 പുരുഷന്മാരും 4 സ്ത്രീകളുമാണുള്ളത്. രാജ്യത്തെ 5 മണ്ഡലങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് 10 പേരടക്കം 50 പേരെയാണ് ദേശീയ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കുക. ബുധനാഴ്ചയാണ് പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം. സൗദിയിൽ ഞായറാഴ്ച വൈകിട്ട് റമദാൻ മാസപ്പിറവി നിരീക്ഷിക്കാൻ ആഹ്വാനം. സൗദി സുപ്രീം കോടതിയാണ് രാജ്യത്തെ വിശ്വാസി ജനങ്ങളോട് മാസപ്പിറവി നിരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടത്. ഞായറാഴ്ച ഷഹബാൻ 29 പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് ആഹ്വാനം. ഈ വർഷത്തെ റമദാൻ മാസപ്പിറവി നിരീക്ഷിക്കാൻ സൗദി സുപ്രീം കോടതി രാജ്യത്തെ വിശ്വാസി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഷഹബാൻ 29 പൂർത്തിയാകുന്ന ഞായറാഴ്ച വൈകിട്ട് മാസപ്പിറ കാണാൻ സാധ്യതയുള്ളതിനാലാണ് കോടതിയുടെ ആഹ്വാനം. മാസപ്പിറ ദർശിക്കുന്നവർ അടുത്തുള്ള കോടതിയെ അറിയിക്കുവാനും സുപ്രീം കോടതി അഭ്യർത്ഥിച്ചു. ഒപ്പം മാസപ്പിറവിക്ക് സാക്ഷികളായവരും അവരുടെ സാക്ഷ്യം രേഖപ്പെടുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഞായറാഴ്ച മാസപ്പിറ രേഖപ്പെടുത്തുകയാണെങ്കിൽ സൗദി ഉൾപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങളിൽ തിങ്കളാഴ്ച റമദാൻ വ്രതാരംഭത്തിന് തുടക്കമാകും. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ഞായറാഴ്ച വൈകുന്നേരം റമദാൻ മാസപ്പിറവി ദൃശ്യമാകാൻ സാധ്യതയുള്ളതിനാൽ നിരീക്ഷിക്കണമെന്ന് ഖത്തർ ഇസ്ലാമിക മതകാര്യ മന്ത്രാലയത്തിന്റെ മാസപ്പിറവി നിരീക്ഷണ കമ്മിറ്റി അറിയിച്ചു. രാജ്യത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ മാസപ്പിറവി ദൃശ്യമാകുന്നവർ ദോഹ ദഫ്ന ടവറിലെ ഔക്കാഫ് കാര്യാലയത്തിൽ അറിയിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചേരുന്ന കമ്മിറ്റി യോഗം റമദാൻ പ്രഖ്യാപനം നടത്തും. ഗോളശാസ്ത്ര നിരീക്ഷണ പ്രകാരം തിങ്കളാഴ്ചയായിരിക്കും റമദാൻ 1 എന്ന് ഖത്തർ കലണ്ടർ ഹൗസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. റമദാൻ മാസത്തിലെ ബാങ്കുകളുടെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ച കുവൈത്ത് സെൻട്രൽ ബാങ്ക് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയായിരിക്കും പ്രവൃത്തി സമയം. വിമാനത്താവളങ്ങളിലെ ബ്രാഞ്ചുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. വാണിജ്യ സമുച്ചയങ്ങളിലെ ശാഖകൾ രാവിലെ 11 മുതൽ 3:30 വരെയും വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മുതൽ 11:30 വരെയായിരിക്കും പ്രവർത്തിക്കുക. റമദാൻ മാസത്തിൽ കുവൈത്തിലെ ഇന്ത്യൻ എംബസിയുടെ ഔട്ട്സോഴ്സിംഗ് സെന്റർ സമയത്തിൽ മാറ്റം. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 9 മുതൽ ഉച്ച കഴിഞ്ഞ് 3 വരെയായിരിക്കും BLS ഔട്ട്സോഴ്സിംഗ് സെന്റർ പ്രവർത്തിക്കുക. നിലവിൽ കുവൈത്ത് സിറ്റി, ജിലീബ്, ഫഹാഹിൽ എന്നിവിടങ്ങളിലാണ് സെന്ററുകളുള്ളത്. സാക്ഷ്യപ്പെടുത്തുന്നതായി സമർപ്പിച്ച രേഖകൾ അപേക്ഷകർക്ക് അടുത്ത പ്രവൃത്തി ദിവസം അതത് കേന്ദ്രങ്ങളിൽ നിന്ന് നൽകുമെന്നും എംബസി അറിയിച്ചു. UAE-യിൽ ഞായറാഴ്ച റമദാൻ മാസപ്പിറവി നിരീക്ഷിക്കാൻ നിർദ്ദേശം. മാസപ്പിറവി നിരീക്ഷണ സമിതിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. പിറ ദൃശ്യമായാൽ 0269211166 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും സമിതി നിർദ്ദേശിച്ചു. ഖത്തറിൽ റോഡ് അപകടങ്ങൾ കുറഞ്ഞതായി ആഭ്യന്തര മന്ത്രാലയം. സുരക്ഷാ ക്രമീകരണങ്ങളും ബോധവൽക്കരണവും ഫലം കണ്ടതായാണ് വിലയിരുത്തൽ. കുറ്റമറ്റ സുരക്ഷാ ക്രമീകരണങ്ങളും നിരീക്ഷണവും ബോധവൽക്കരണവും ഖത്തറിലെ നിരത്തുകളെ കൂടുതൽ സുരക്ഷിതമാക്കിയെന്നാണ് റിപ്പോർട്ട്. മുൻ വർഷങ്ങളേക്കാൾ റോഡ് അപകടങ്ങളും മരണവും പരിക്കും കുറഞ്ഞതായും പൊതുജനങ്ങൾ കൂടുതൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതായും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. റോഡിലെ അപകടങ്ങളും പരിക്കും മരണവും 2022 അപേക്ഷിച്ച് 23-ൽ 24.3% കുറഞ്ഞു. പോയ വർഷം 168 റോഡ് അപകട മരണങ്ങളാണ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തത്. ആഗോള ശരാശരിയേക്കാൾ ഏറെ കുറവാണിത്. 1 ലക്ഷം ജനങ്ങളിൽ 15 റോഡ് അപകട മരണം എന്ന നിലയ്ക്കാണ് ആഗോള ശരാശരി. റോഡ് അപകടങ്ങളിലെ ഗുരുതര പരിക്കിന്റെ കാര്യത്തിലും 2023-ൽ കുറവുണ്ടായി. 19.8% കുറഞ്ഞത്. അപകടത്തിന്റെ തീവ്രത 12.6% കുറഞ്ഞു. അപകടങ്ങളിൽ 95.4% നിസ്സാര വാഹനാപകട കേസുകളാണ്. ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് വാഹനമോടിക്കുന്ന പ്രവണത കൂടുതലും പുരുഷന്മാരിലാണ് കാണുന്നത്. കണക്കുകൾ പ്രകാരം നിയമലംഘനങ്ങളിൽ 90.6% പുരുഷ ഡ്രൈവർമാരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മീഡിയ 1, ദോഹ. ന്യൂനമർദ്ദം ശക്തമായതിനെ തുടർന്ന് UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ മഴ കനക്കുന്നു. രാജ്യമെമ്പാടും അതീവ ജാഗ്രതയിലാണ്. അബുദാബിയിലെ അൽ ദഹ്റ, അൽ ഐൻ എന്നിവിടങ്ങളിൽ ശക്തമായ മഴ തുടങ്ങി. മുൻകരുതലിന്റെ ഭാഗമായി ഷാർജയിൽ
പാർക്കുകൾ അടച്ചു. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകണമെന്ന് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകി. രാജ്യത്തെ പള്ളികളിലും ജുമുഅ പ്രാർത്ഥനയ്ക്ക് ശേഷം അസ്ഥിര കാലാവസ്ഥയിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ദുബായിൽ നിന്നും ഷിനോജ് ഷംസുദ്ദീൻ ചേരുകയാണ്. ഷിനോജ്, വിശദാംശങ്ങൾ. സഫാൻ, അടുത്ത 2 ദിവസങ്ങളിൽ, അതായത് ഇന്ന് രാത്രിയും നാളെയും ശക്തമായ കാറ്റും മഴയും മിന്നലും ആലിപ്പഴ വർഷവും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് UAE-ലെമ്പാടും. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നത് അബുദാബിയിലെ അലൈൻ അൽദഫ്ര മേഖലയിലാണ്. ഈ മേഖലയിൽ ഇപ്പോഴും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലൈനിലെ ചില മേഖലകളിൽ ആലിപ്പഴ വർഷവും ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോഴും അവിടെ മഴ തുടരുകയാണ്. അതേപോലെ തന്നെ ദുബൈയുടെ കിഴക്കൻ മേഖല ആയ ഹത്ത വിനോദസഞ്ചാര മേഖലയാണ്. ഹത്ത മേഖലയിലും കനത്ത മഴ പെയ്യുന്നതായി റിപ്പോർട്ടുണ്ട്. അജ്മാൻ്റെയും കിഴക്കൻ മേഖലയായ മസ്ഫൂത്ത്, അവിടെ നിന്നും കനത്ത മഴ ലഭിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അടുത്ത ദിവസങ്ങളിൽ, അതായത് അടുത്ത മണിക്കൂറുകളിൽ ഈ മഴ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ദുബൈയിലാണ്. ദുബൈ നഗരപ്രദേശങ്ങളിൽ ഇതുവരെ മഴ എത്തിയിട്ടില്ല. പക്ഷേ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട് ദുബൈയിലെ പല ഭാഗത്തും. അതേപോലെ തന്നെ ഷാർജ, അജ്മാൻ തുടങ്ങിയ എമിറേറ്റുകളിലും ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് വാരാന്ത്യ ദിവസങ്ങളിലേക്കാണ് UAE കടക്കുന്നത് ഉണ്ടെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങൾ ജീവനക്കാരെ അവർ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവദിക്കണം എന്ന് തൊഴിൽ മന്ത്രാലയം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേപോലെ പല സുരക്ഷാ നിർദ്ദേശങ്ങളും ദേശീയ ദുരന്ത നിവാരണ സമിതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമുള്ളത് ആരും വീടിന് പുറത്തേക്ക് അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം തന്നെയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ പാടൂ എന്നുള്ള നിർദ്ദേശമാണ്. കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കുട്ടികളെ യാതൊരു കാരണവശാലും പുറത്തേക്ക് കളിക്കാൻ വിടരുത് എന്നുള്ള നിർദ്ദേശവും ദുരന്ത നിവാരണ സമിതി നൽകുന്നുണ്ട്. ഷാർജയിലെ പാർക്കുകൾ അടച്ചിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി. കാലാവസ്ഥ നേരെയായതിനു ശേഷം, അസ്ഥിര കാലാവസ്ഥ മാറിയതിന് ശേഷം മാത്രമേ ഷാർജയിലെ പാർക്കുകൾ ഇനി തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. അതേപോലെ തന്നെ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത അബുദാബിയിലെ ക്ഷേത്രവും ഭക്തരോട് അടുത്ത ദിവസങ്ങളിൽ ഈ കാലാവസ്ഥ പരിഗണിച്ച് ഭക്തരോട് അമ്പലത്തിലേക്ക് വരേണ്ടതില്ല എന്നൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പല ഭാഗത്തും അതീവ ജാഗ്രത തുടരുകയാണ്. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാനും അതേപോലെ തന്നെ മലവെള്ള പാച്ചിലുണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ അങ്ങോട്ടേക്കുള്ള റോഡുകൾ അധികാരികൾ അടച്ചിട്ടുണ്ട്. അത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്ന് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ആലിപ്പഴ വർഷം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ പരമാവധി മൂടപ്പെട്ട സ്ഥിതിയിലോ അല്ലെങ്കിൽ ഷെഡിന് കീഴിലോ സൂക്ഷിക്കണമെന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. ഈ മഞ്ഞുകട്ടകൾ നേരിട്ട് പതിക്കുന്ന സ്ഥലത്ത് ആളുകൾ നിൽക്കരുത് എന്നുള്ള കർശന നിർദ്ദേശവും ദുരന്ത നിവാരണ സമിതി നൽകുന്നുണ്ട്. അതുപോലെ കാറ്റുള്ള സമയങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അത്തരം സമയങ്ങളിൽ വൃക്ഷങ്ങൾക്ക് ചോട്ടിലും അതേപോലെ തന്നെ പരസ്യപ്പലകൾക്ക് സമീപവും ആളുകൾ നിൽക്കരുതെന്നുള്ള നിർദ്ദേശവും ദുരന്ത നിവാരണ സമിതി നൽകുന്നുണ്ട്. പരമാവധി ആളുകൾ ഈ 2 ദിവസങ്ങളിൽ, ഇന്ന് രാത്രിയും മുതൽ നാളെ രാത്രി വരെ വീട്ടിൽ തന്നെ തുടരാനുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. കാറ്റുള്ള സമയങ്ങളിൽ ജനലുകൾ അടച്ചും അതേപോലെ തന്നെ വാതിലുകൾ അടച്ചും തന്നെ വീട്ടിൽ തുടരണമെന്നുള്ള അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ ദുരന്ത നിവാരണ സമിതി നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നത് അബുദാബി എമിറേറ്റിലെ അൽദഫ്ര അലൈൻ മേഖലയിലാണ്. അവിടെ നിന്ന് ഉള്ള ദൃശ്യങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവയ്ക്കുന്നുണ്ട്. അബുദാബിയിലെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷിനോജ് ഷംസുദ്ദീൻ. അബുദാബി വിദ്യാഭ്യാസ വൈജ്ഞാനിക വകുപ്പ് അന്താരാഷ്ട്ര ബെഞ്ച്മാർക്ക് മൂല്യനിർണ്ണയത്തിനായി ഏർപ്പെടുത്തിയ പുരസ്കാരം അൽ ഐൻ ഒയാസിസ് ഇന്റർനാഷണൽ സ്കൂളിന്. അബുദാബി വിദ്യാലയങ്ങളിൽ നിന്ന് മികച്ച നിലവാരം മുൻനിർത്തിയാണ് പുരസ്കാരം. അബുദാബിയിൽ നടന്ന ചടങ്ങിലാണ് അവാർഡ് വിതരണം. UAE മന്ത്രിയും അഡക് ചെയർമാനുമായ സാറ മസല്ലമിൽ നിന്ന് പ്രിൻസിപ്പൽ CKM മനാഫ് അവാർഡ് ഏറ്റുവാങ്ങി. സ്കൂൾ അക്കാദമിക് കോർഡിനേറ്റർ സ്മിത വിമൽ, അസിസ്റ്റന്റ് മാനേജർ മുഹമ്മദ് സഹൽ, സൂപ്പർവൈസർ ഗായത്രി നന്ദൻ, ആക്ടിവിറ്റി കോർഡിനേറ്റർ വൈശാഖ്, വിദ്യാർത്ഥികളായ അദ്വൈത്, സഹാബിയ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
1,25,000 ദിർഹവും ഫലകവും ഉൾപ്പെടുന്നതാണ് അഡക് അവാർഡ്. വിദ്യാർത്ഥികളുടെ വെൽബീയിങ് വിഭാഗത്തിൽ അബുദാബിയിലെ സ്കൂളുകളിൽ നിന്ന് ഫൈനലിലെത്തിയ 3 വിദ്യാലയങ്ങളിൽ ഒന്നായി ഇടം പിടിക്കാനും അലൈൻ ഒയാസിസ് ഇന്റർനാഷണൽ സ്കൂളിനായി. അന്താരാഷ്ട്ര മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങളിൽ മികച്ച പ്രകടനം നടത്താൻ അൽ ഒയാസിസ് ഇന്റർനാഷണൽ സ്കൂൾ തെരഞ്ഞെടുക്കപ്പെട്ടത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള സ്ഥാപനത്തിന്റെ പ്രതിബദ്ധത കൂടി പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രിൻസിപ്പൽ CK മനാഫ് പറഞ്ഞു. അവാർഡ് നേട്ടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അദ്ദേഹം അഭിനന്ദിച്ചു. മികച്ച പ്രിൻസിപ്പൽമാർ, അധ്യാപകർ എന്നിവർക്കുള്ള അവാർഡുകളും വിവിധ വിഭാഗങ്ങളിൽ മികച്ച വിദ്യാലയങ്ങൾക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളും ചടങ്ങിൽ കൈമാറി. മീഡിയ 1 അബുദാബി. അൽഫസ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷാർജയിൽ പ്രവർത്തനം ആരംഭിച്ചു. UAEയിൽ നിർമ്മാണ രംഗത്ത് സജീവമായ അൽഫസ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം കൂടിയാണിത്. ഷാർജ സഫാരി മാളിലാണ് ജ്വല്ലറി. അൽഫസ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനം റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ സംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ നിർവഹിച്ചു. അൽഫസ ഗ്രൂപ്പ് ഡയറക്ടർമാരായ മൊയ്തീൻ, ഹസൻ കോയ, അഷ്റഫ് KS, സിജാദ്, ഷബീർ, റാഷിദ് മുഹമ്മദ്, ഹസൂന, നൌഷാദ്, മുസ്തഫ, ബക്കർ PV, അയ്യൂബ് ഖാൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രമുഖ പിന്നണി ഗായകരായ അനാർക്കലി മരക്കാർ, അക്ബർ തീബ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും അരങ്ങേറി. നല്ല എക്സ്പീരിയൻസും പ്രവർത്തന രംഗത്ത് ഒട്ടനവധി മികവുകളും പ്രവർത്തന പരിചയവുമുള്ള ഒരു ടീമാണ് അൽഫസ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. കൃത്യമാർന്ന നല്ല പ്രൈസുകളിലും അതുപോലെ തന്നെ ക്വാളിറ്റിയിലും ഒരു വ്യത്യാസമില്ലാതെ ഞങ്ങളത് പരിപൂർണമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ആഭരണ രംഗത്തെ വിവിധ അഭിരുചികൾ ഒത്തിണങ്ങിയ വിപുലമായ ശേഖരമാണ് അൽഫസ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രത്യേകത. ഉദ്ഘാടനം മുൻനിർത്തി ഈ മാസം 10 വരെ 5 ഗ്രാമിന് മുകളിലുള്ള 22, 24 കാരറ്റിലുള്ള എല്ലാ ആഭരണങ്ങൾക്കും 0 മേക്കിംഗ് ചാർജ് ആനുകൂല്യം ലഭിക്കും. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 70% ഡിസ്കൗണ്ടും ഉറപ്പാക്കിയതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇത് നമ്മുടെ ഫസ്റ്റ് ബ്രാഞ്ചാണ്. നെക്സ്റ്റ് ഈ 1 ഇയറിലേക്ക് ഒരു 10 ബ്രാഞ്ചസ് ഓപ്പൺ ആക്കാന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ബഹ്റൈൻ, മലേഷ്യ, ഖത്തർ, അതുകൂടാതെ ദുബായിലും പ്രവർത്തനം ഉടനെ തന്നെ ആരംഭിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് 18 കാരറ്റ് ആഭരണങ്ങളുടെ വേറിട്ട ശേഖരവും അൽഫസ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 ഷാർജ. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഖത്തർ ഇൻകാസ്. വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ കേരള സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു. വനം വകുപ്പ് നിഷ്ക്രിയമാണെന്നും ഇൻകാസ് പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ സ്വൈരജീവിതം കേരള സർക്കാർ ഉറപ്പുവരുത്തണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഖത്തറിലെ കലാ സാഹിത്യ കൂട്ടായ്മയായ തനിമ ഖത്തറിന്റെ പരിഷ്കരിച്ച ലോഗോ CIC പ്രസിഡന്റ് TK ഖാസിം പ്രകാശനം ചെയ്തു. കലാസാഹിത്യ മേഖലയിൽ പൂർവാധികം സജീവമായ ഇടപെടലുകൾ നടത്താനും അതുവഴി ഖത്തറിലെ മുൻനിര പ്രവാസി കലാകൂട്ടായ്മയായി മാറാനും തനിമയ്ക്ക് സാധിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. ബാസിദ് ഖാനാണ് പുതിയ ലോഗോ രൂപകൽപ്പന ചെയ്തത്. ചടങ്ങിൽ തനിമ ഡയറക്ടർ ഡോക്ടർ സൽമാൻ, ജനറൽ സെക്രട്ടറി നാസർ വേളം, അസോസിയേറ്റ് ഡയറക്ടർമാരായ ജസീം CK, അനീസ് കൊടിഞ്ഞി, അസിസ്റ്റന്റ് സെക്രട്ടറി മുഹ്സിൻ കാപ്പാടൻ, ബിലാൽ ഹരിപ്പാട് എന്നിവർ പങ്കെടുത്തു. കുവൈത്ത് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന അബ്ബാസിയ ഇസ്ലാഹി മദ്രസയിലെ സ്റ്റുഡൻസ് വിംഗ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. നബീഹ് അബ്ദുൽ റഷീദിനെ ചെയർമാനായും അബ്ദുൽ ബാസിത്തിനെ വൈസ് ചെയർമാനായും അഫ്രീൻ അബ്ദുറഹ്മാനെ വനിതാ ചെയർപേഴ്സണായും തെരഞ്ഞെടുത്തു. മദ്രസ പ്രധാന അധ്യാപകൻ അബൂബക്കർ സിദ്ദീഖ് മദനി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. അധ്യാപകരായ ആരിഫ് പുളിക്കൽ, ഷമീം ഒതായി എന്നിവർ സംസാരിച്ചു. സൗദിയിൽ മക്വ KMCC രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മക്വ ജനറൽ ആശുപത്രിയിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പ്രവാസികൾ രക്തം ദാനം ചെയ്തു. എല്ലാ വർഷവും നടത്തിവരാറുള്ള ക്യാമ്പ് വരും വർഷങ്ങളിലും തുടരുമെന്ന് ക്യാമ്പിന് നേതൃത്വം നൽകിയ KMCC നേതാക്കൾ അറിയിച്ചു. ലോകത്തെ ഏറ്റവും വലിയ IT എക്സിബിഷനായ ലീപ്പിന്റെ 3ാം പതിപ്പ് സമാപിച്ചു. മാർച്ച് 3 മുതൽ 7 വരെ റിയാദിൽ നടന്ന എക്സിബിഷനിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2 ലക്ഷത്തിലധികം പേരാണ് പങ്കെടുത്തത്. എക്സിബിഷനിൽ പങ്കെടുത്ത ലോകോത്തര കമ്പനികൾ സൗദിയിൽ $13.4 ബില്യൺ നിക്ഷേപവും പ്രഖ്യാപിച്ചു. 2,15,000 സന്ദർശകരുടെ പങ്കാളിത്തത്തോടെയാണ് ലീപ് 24ന് ഔദ്യോഗികമായി സമാപനം കുറിച്ചത്. ഇതോടെ ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന സാങ്കേതിക സമ്മേളനം എന്ന റെക്കോർഡും ലീപ് സ്വന്തമാക്കി. ലോകോത്തര കമ്പനികൾ ഒത്തുചേരുന്ന എക്സിബിഷനിൽ $13.4 ബില്യൺ നിക്ഷേപം സൗദിയിലെത്തിയതായി സൗദി ഫെഡറേഷൻ ഫോർ സൈബർ സെക്യൂരിറ്റി ആൻഡ് പ്രോഗ്രാമിംഗ് ചെയർമാൻ ഫൈസൽ അൽ ഖമീസി പറഞ്ഞു.
ഉയർന്ന ശേഷിയുള്ള ക്ലൗഡ് മേഖല സൗദിയിൽ സ്ഥാപിക്കുന്നതിനായി ആമസോൺ വെബ് സർവീസ് $5.3 ബില്യൺ നിക്ഷേപമാണ് നടത്തുക. കൂടാതെ ആദ്യത്തെ ആഗോള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സെന്റർ സ്ഥാപിക്കുന്നതിനായി IBM $250 ബില്യൺ നിക്ഷേപവും മേളയിൽ പ്രഖ്യാപിച്ചു. അതിവേഗം വളരുന്ന സൗദിയിലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ആദ്യത്തെ ഡാറ്റാ സെന്റർ ആരംഭിക്കുന്നതിനായി സർവീസ് നൗ $500 മില്യൺ നിക്ഷേപവും സൗദിയിൽ നടത്തും. ലോകത്തിലെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും എക്സിബിഷനിൽ പങ്കെടുക്കാൻ ജനങ്ങൾ എത്തിയതിനാൽ റിയാദ് നഗരത്തിൽ വൻ തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത്. നഗരത്തിലെ ഹോട്ടൽ മുറികളിലെല്ലാം 100% ബുക്കിംഗും വാടകാ നിരക്ക് 99% അധികമായി ഉയരുകയും ചെയ്തു. തമീം CP, മീഡിയ 1 റിയാദ്. തുടരുന്നു. ദുബൈ KMCC വയനാട് ജില്ലാ കമ്മിറ്റിക്ക് പുതിയ സാരഥികളായി. മൊയ്തു മക്കിയാട്, റഹ്നാസ് യാസീൻ, അൻവർ NC എന്നിവരാണ് മുഖ്യ ഭാരവാഹികൾ. അഷ്റഫ് ഓടത്തോടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം KK അഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. റയീസ് തലശ്ശേരി, മജീദ് മണിയോടൻ തുടങ്ങിയവർ സംസാരിച്ചു. ദുബായ് KMCC കൊടുങ്ങല്ലൂർ കമ്മിറ്റിയുടെ റമദാൻ ക്യാമ്പയിൻ ബ്രോഷർ പ്രകാശനവും റിലീഫ് ഉദ്ഘാടനവും നടന്നു. പ്രവാസി വ്യവസായി VK അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിച്ചു. അഷ്റഫ് കൊടുങ്ങല്ലൂർ, സത്താർ മാമ്പ്ര, അസ്കർ പുത്തഞ്ചിറ, സലാം മാമ്പ്ര, ഹംസ കോണത്തുകുന്ന് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഹോപ്പ് ഓഫ് ലൈഫ് എന്ന കൂട്ടായ്മയ്ക്ക് UAEയിൽ തുടക്കം. പ്രവാസികളുടെ ആത്മഹത്യാ പ്രവണത തടയാൻ ലക്ഷ്യമിട്ടാണ് കൂട്ടായ്മ. ഹാജറാബി വലിയകത്ത്, പ്രവീൺ ഡേവിഡ്, ഷാജഹാൻ വലിയകത്ത്, ഷെരീഫ് PV, സിദ്ദീഖ് CP, നിഷാജ് എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ. കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ച പരിപാടി അഷ്റഫ് താമരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഹാജറാബി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ദുബായ് KMCC കാസർഗോഡ് GKMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. യഹിയ തളങ്കര ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ നിസാർ തളങ്കര മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് സലാം കന്നിപ്പാടി അധ്യക്ഷത വഹിച്ചു. TR ഹനീഫ് മേൽപ്പറമ്പ്, ഡോക്ടർ ഇസ്മായിൽ ഹുസൈനാർ, ഹംസ തൊട്ടി, ഹനീഫ് ചേർക്കള, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, അബ്ദുള്ള ആറങ്ങാടി, അഫ്സൽ മൊട്ടമ്മൽ, MH മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. മക്കളുടെ വിദ്യാഭ്യാസത്തിനായി 25 പ്രവാസി അമ്മമാർക്ക് വേൾഡ് സ്റ്റാർ ഹോൾഡിംഗ് മാനേജിംഗ് ഡയറക്ടർ ഹസീന നിഷാദ് പ്രഖ്യാപിച്ച 25 ലക്ഷം രൂപയുടെ അൽമിറ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ഓരോ ലക്ഷം രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് സമ്മാനിച്ചത്. ഷാർജയിലെ ഷെറാട്ടൺ ബീച്ച് റിസോർട്ടിൽ നടന്ന വനിതാ ദിന ആഘോഷത്തിലാണ് സ്കോളർഷിപ്പുകൾ സമ്മാനിച്ചത്. ഹസീന നിഷാദ്, ഭർത്താവും കമ്പനി ചെയർമാനുമായ നിഷാദ് ഹുസൈൻ എന്നിവർ ചേർന്ന് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. UAEയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലെ 100 കണക്കിന് അമ്മമാരാണ് സ്കോളർഷിപ്പിനായി അപേക്ഷിച്ചതെന്ന് ഹസീന നിഷാദ് പറഞ്ഞു. ഇവരിൽ നിന്ന് വിദഗ്ധ സമിതിയാണ് ഏറ്റവും അർഹരായ 25 പേരെ തെരഞ്ഞെടുത്തത്. ഓൾറെഡി എൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമ്മൾ ഓൾറെഡി ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ആർക്കും അപ്ലൈ ചെയ്യാം. അതിന് ഒരു ക്രൈറ്റീരിയ ഇല്ല. അതിൽ നമുക്ക് പ്രയോറിറ്റി തോന്നുന്ന 2 പേരെ സെലക്ട് ചെയ്തിട്ടേക്കുക. അത് ആരായാലും അത് പ്രവാസിയാവാം, നാട്ടിലുള്ളവർ ആർക്കും അപേക്ഷിക്കാം. സ്കോളർഷിപ്പ് പ്രഖ്യാപനത്തെ തുടർന്ന് വിദ്യാഭ്യാസ സഹായത്തിനായി നിരവധി പേർ സമീപിക്കുന്നുണ്ടെന്നും അതിനാൽ എല്ലാ മാസവും 2 കുട്ടികൾക്ക് വീതം സ്കോളർഷിപ്പ് നൽകുക എന്നതാണ് പുതിയ ലക്ഷ്യമെന്നും ഹസീന പറഞ്ഞു. സ്കോളർഷിപ്പിനായി haseenanishtad.com എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. ഇവരിൽ നിന്ന് ഓരോ മാസവും ഏറ്റവും അർഹരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൈമാറും. കമ്പനി പ്രതിനിധികളായ ഷാജഹാൻ ഇബ്രാഹിം, രാജീവ് KV, മുഹമ്മദ് ആഷിഖ്, പ്രീതേഷ് മേലാപ്പാട്ട്, ഇസ്മായിൽ ഹനീഫ, മുഹമ്മദ് സയ്യിദ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മീഡിയ 1 ദുബൈ. തിരികെ വാർത്തകളിലേക്ക്. പ്രവാസി വെൽഫെയർ സലാല നമുക്ക് പ്രചോദനമാകാം എന്ന തലക്കെട്ടിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. ഡോക്ടർ സമീറ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രവാസി വെൽഫെയർ സലാല ഐഡിയൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഒമാൻ കോളേജ് ഓഫ് ഹെൽത്ത് സയൻസിലെ ഡോക്ടർ സമീറ സിദ്ദീഖാണ് ഉദ്ഘാടനം ചെയ്തത്. സ്ത്രീകളെ ശാക്തീകരിക്കുക, പുരോഗതി ആഘോഷിക്കുക, മാറ്റത്തെ പ്രചോദിപ്പിക്കുക. സ്ത്രീകൾ സ്വയം ശക്തിയാർജിച്ച് മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്നും സാമ്പത്തിക ഭദ്രതയ്ക്കായി കഴിവുകളെ പരിപോഷിപ്പിക്കണമെന്നും സെമിനാർ അഭിപ്രായപ്പെട്ടു. ഡോക്ടർ സൗമ്യ സനാതനൻ പാഷൻ ആൻഡ് പ്രൊഫഷൻ എന്ന വിഷയത്തിൽ സംസാരിച്ചു.
പ്രവാസി വെൽഫെയർ വൈസ് പ്രസിഡന്റ് സാജിദ ഹഫീസ് അധ്യക്ഷത വഹിച്ചു. IMI വനിതാ വിഭാഗം മുൻ പ്രസിഡന്റ് ആമിന ഹാരിസ്, ഫാത്തിമ ബത്തുൽ എന്നിവരും പങ്കെടുത്തു. തസ്രീന ഗഫൂർ വംശഹത്യാ വിരുദ്ധ പ്രമേയം അവതരിപ്പിച്ചു. ഷഹനാസ് മുസമ്മിൽ, സജന അബ്ദുള്ള, ഫൗസിയ ഇക്ബാൽ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 സലാല. ഇനി ഗൾഫ് രാജ്യങ്ങളിലെ കാലാവസ്ഥ പരിശോധിക്കും. റിയാദ് കുറഞ്ഞ താപനില 15 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്. ജിദ്ദ കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസ്, കൂടിയത് 30 ഡിഗ്രി സെൽഷ്യസ്. ദമാം 17 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 13 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. ദുബായ് കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്. കറൻസി നിരക്ക്. സൗദി റിയാൽ 22 രൂപ 0.6 പൈസ, UAE ദിർഹം 22 രൂപ 53 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 73 പൈസ, ഒമാൻ റിയാൽ 214 രൂപ 99 പൈസ, കുവൈത്ത് ദിനാർ 269 രൂപ 47 പൈസ, ബഹ്റൈൻ ദിനാർ 219 രൂപ 63 പൈസ.